ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ പരാതിക്കാരനായ പ്രശാന്തനെ വീണ്ടും വിളിച്ചു വരുത്തി അന്വേഷണ സംഘം മൊഴിയെടുത്തു. തനിക്ക് 2 ഒപ്പുകളുണ്ടെന്നും രണ്ടും തന്റേതാണെന്നും പ്രശാന്തൻ പോലീസിനോട് പറഞ്ഞു. ADMനെതിരെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ഒപ്പിട്ടത് താൻ തന്നെയാണെന്ന് പ്രശാന്തൻ മാധ്യമങ്ങളോടും പറഞ്ഞു. തനിക്ക് 2 ഒപ്പുകൾ ഉണ്ടെന്നും തന്റെ ഒപ്പ് മാധ്യമങ്ങൾക്ക് അറിയില്ലെന്നും TV പ്രശാന്ത് പറഞ്ഞു. പെട്രോൾ പമ്പിന് അംഗീകാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട് നവീൻ ബാബു 1 ലക്ഷത്തോടടുപ്പിച്ച് രൂപ കൈക്കൂലി വാങ്ങിയെന്നാണ് പെട്രോൾ പമ്പ് ഉടമ TV പ്രശാന്ത് മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയിൽ പറയുന്നത്. എന്നാൽ മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിക്കത്തിൽ പേര് പ്രശാന്തൻ TV എന്നും പെട്രോൾ പമ്പ് സ്ഥലമുടമകളുമായുള്ള കരാറിൽ പ്രശാന്ത് എന്നുമാണ് എഴുതിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലെ ഒപ്പിലും സ്ഥലമുടമകളുമായുള്ള കരാറിലെ ഒപ്പിലും വൈരുദ്ധ്യമുണ്ടായിരുന്നു. ഒപ്പുകൾ തമ്മിൽ വ്യത്യാസമുള്ളതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നുവെന്നത് വ്യാജമാണെന്ന ആരോപണം ഉയർന്നിരുന്നു. ഇതിനെ പ്രതിരോധിക്കുന്നതിനിടയിലാണ് 2ാം ഒപ്പും തന്റേതെന്ന് പ്രശാന്തൻ വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നുവെന്ന് പ്രശാന്തൻ പറയുന്നു. അതേസമയം പെട്രോൾ പമ്പിന് NOC നൽകുന്നതിന് വേണ്ടി ADM നവീൻ ബാബു കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് അയച്ചുവെന്ന് പറയപ്പെടുന്ന പരാതിയിൽ പറഞ്ഞത്. ഈ വാദത്തിൽ പ്രശാന്തൻ ഉറച്ചു നിൽക്കുകയാണ്. ADM നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യയുടെ സ്വകാര്യ മൊബൈൽ ഫോൺ പരിശോധിച്ചിട്ടുണ്ട്. ADMന്റെ യാത്രയറിയിപ്പ് യോഗത്തിൽ നടത്തിയ അഴിമതി ആരോപണത്തിന് ശേഷം രാത്രി ഫോണിൽ ബന്ധപ്പെട്ടവരുടെയും നവീൻ ബാബുവിന്റെ ആത്മഹത്യയ്ക്ക് ശേഷം ദിവ്യ ഫോണിൽ ബന്ധപ്പെട്ടവരുടെയും കോൾ ലിസ്റ്റും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ചില കോളുകളുടെ വ്യക്തത തേടി സൈബർ ക്രൈം പോലീസിൽ ഫോൺ പരിശോധനയ്ക്കായി അയച്ചിരുന്നു. അതിന്റെ വിശദ റിപ്പോർട്ട് തിങ്കളാഴ്ച അന്വേഷണ സംഘത്തിന് കിട്ടി. റിപ്പോർട്ടിലുള്ളവ അടുത്ത ദിവസങ്ങളിൽ പരിശോധിക്കും. നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച ശേഷം സ്വകാര്യ ചാനലിൽ പ്രചരിപ്പിച്ച വീഡിയോ ദിവ്യ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ടോ? പങ്കുവച്ച ശേഷം ഒഴിവാക്കിയതാണോ? യാത്ര അറിയിപ്പ് യോഗം ചിത്രീകരിക്കാൻ സ്വകാര്യ ചാനൽ പ്രവർത്തകനെ വിളിച്ചു വരുത്തിയതാണോ തുടങ്ങിയ കാര്യങ്ങളുടെ നിജസ്ഥിതിയും അന്വേഷിക്കുന്നുണ്ട്. പെട്രോൾ പമ്പിന് അപേക്ഷ നൽകിയ പ്രശാന്തനുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നോ എന്ന കാര്യം തിരിച്ചറിയാനാകുമെന്ന വിശ്വാസത്തിലാണ് അന്വേഷണ സംഘം. നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ച് വകുപ്പുതല അന്വേഷണം നടത്തിയ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീതയുടെ മൊഴി അടുത്ത ദിവസം പോലീസ് രേഖപ്പെടുത്തും. നവീൻ ബാബുവിന്റെ ഭാര്യയുടെയും ബന്ധുക്കളുടെയും മൊഴി വീണ്ടും അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയാണ്. ഈ ആഴ്ച തന്നെ പത്തനംതിട്ടയിലേക്ക് പോകും. പ്രശാന്തനുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. അതിനിടയ്ക്കാണ് തന്റെ ഒപ്പിന്റെ കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത വരുത്തിക്കൊണ്ട് പ്രശാന്ത് രംഗത്തെത്തിയത്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതികളിലെ 2 ഒപ്പും വ്യത്യാസമുണ്ടായിരുന്നു. ഒപ്പുകൾ തമ്മിൽ വ്യത്യാസമുള്ളതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നുവെന്നത് വ്യാജമാണെന്ന ആരോപണം ഉയർന്നിരുന്നു. ഇതിനെ പ്രതിരോധിക്കുന്നതിനിടയിലാണ് തന്റേതാണ് 2ാമത്തെ ഒപ്പുമെന്നാണ് പ്രശാന്തൻ പറയുന്നത്.